ഖിബ്തികൾ. അവരുടെ ബാപ്പ സാമാണ്. സാമ് നല്ല മനുഷ്യനാണ്, പ്രവാചകനാണ്. പക്ഷെ ഇറമിന്റെ കാലഘട്ടത്തോടു കൂടി അവർ വീണ്ടും എന്തിലേക്ക് പോയി? ബഹുദൈവ, മനസ്സിലാക്കണേ, ഉറങ്ങരുത്, ബഹുദൈവ വിശ്വാസത്തിലേക്ക് പോയി. ഈജിപ്ഷ്യൻ നാഗരികതയുടെ പ്രധാനപ്പെട്ട മതം ബഹുദൈവ വിശ്വാസമാണ്. അവർ പ്രകൃതി ദൈവങ്ങളെ ആരാധിക്കുന്നവരായിരുന്നു. നമ്മുടെ ഇടയിൽ വീണ്ടും ഒരു അബദ്ധമുണ്ട്. അവിടെ ഫിറഔനായിരുന്നു ദൈവം. അത് ശരിയല്ല. ദൈവങ്ങൾ പ്രകൃതി വസ്തുക്കളായിരുന്നു. ഉദാഹരണത്തിന് സൂര്യൻ, ചന്ദ്രൻ, പാമ്പ്, പശു. കാര്യമായി ആരാധിച്ചിരുന്നത് പശുവിനെയാണ്. അതിന് കാരണം എന്താണെന്നറിയോ? ബഹുദൈവ വിശ്വാസത്തിന്റെ അടിത്തറ രണ്ട് കാര്യമാണ്. ഒന്ന് ഉപകാരങ്ങളോടുള്ള ആർത്തി, രണ്ട് ഉപദ്രവങ്ങളെ കുറിച്ചുള്ള ഭയം. ഇത് രണ്ടിൽ നിന്നുമാണ് ബഹുദൈവ വിശ്വാസം ഉണ്ടായത്. നിങ്ങൾക്ക് മനസ്സിലായില്ല? ഇല്ലെങ്കിൽ പിന്നെ ഒരു ദൈവത്തെ വിശ്വസിക്കുന്നതല്ലേ മനുഷ്യന്മാർക്ക് നല്ലത്? പണിയില്ലല്ലോ, ഒറ്റാൾ വിശ്വസിച്ചാൽ പോരെ. പിന്നെ എൻ്റെ ബഹുദൈവ വിശ്വാസത്തിലേക്ക് പോയി. അതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ രണ്ടാണ്. ഒന്ന് ഉപകാരങ്ങളോടുള്ള ഒരു തരം ആർത്തി. അത് കൂടിയാണ് ബഹുദൈവ വിശ്വാസമായി ദൈവവിശ്വാസമാകും. അതിൽ ആ രണ്ട് നാഗരികതകളിൽ പ്രധാനമായ വരുമാന മാർഗം പാലാണ്. അപ്പോൾ പാല് തരുന്ന ജീവിയോടുള്ള ഒരു തരം ബഹുമാനം നമ്മളെ തന്നെ നാടുകളിൽ കാണാറുണ്ടല്ലോ. ചില വീട്ടില് സ്വന്തം കുട്ടികളെക്കോട് സ്നേഹം ഉണ്ടാവും പശുവിനോട്. അങ്ങനത്തെ വീടില്ലേ? ഒന്ന് പറല്ലേ. ചില വീട് അങ്ങനെ, കുട്ടികളെ അടിച്ചാലും പശുവിനെ അടിക്കൂല. കാരണം പശുവിനെ അടിച്ചാൽ നാളെ രാവിലെ 1/2 ലിറ്ററെങ്കിലും കുറയും. ഇല്ല, നിങ്ങൾ കണ്ടിട്ടില്ലേ അങ്ങനെ? എന്നതുപോലെ ഈ ഒരു താല്പര്യം അങ്ങോട്ട് വളരുക, ഈ സ്നേഹം അങ്ങോട്ട് വളർന്നിട്ട് അതെന്തായി മാറുക? ആരാധനയായി മാറുക. പിന്നെ അതിൻ്റെ പേരിൽ പെരുപ്പിച്ച കഥകൾ ഉണ്ടാവുക. ഇപ്പം ഗോമാതാവിനെ പൂജിച്ചാൽ കൂടുതൽ പാല് കിട്ടും, വരുമാനം വരും, കാമധേനു, മനസ്സിലായില്ല, ഇങ്ങനെയൊക്കെ അവിടെ പറയുക. അങ്ങനെ വരിക. രണ്ടാമതായി ബഹുദൈവ വിശ്വാസത്തിന് കാരണം ഉപദ്രവങ്ങളെ കുറിച്ചുള്ള ഭയമാണ്. അതാണ് പാമ്പ്. അവരാരാധിച്ചിരുന്ന ഒരു മൂർത്തിയായിരുന്നു പാമ്പ്. മൂസനബിയുടെ വടിയായതും എന്തെന്നെയാണ്? പാമ്പ് തന്നെയാണ്. വലിയ കഥയാണ്, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കൂട്ടിയതാണ്. പാമ്പ് കാരണം എന്താണെന്നറിയോ? ഗുഹാവാസ കാലഘട്ടത്തിൽ മനുഷ്യനെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ച ഒരു സാധനമാണ് എന്ത്? പാമ്പ്. അതോടുള്ള ഒരു പിന്നീട് അതൊരു ആരാധനയാകാം. ഏതെങ്കിലും ആളുകൾ ഏതെങ്കിലും പാമ്പെ ഉപദ്രവിക്കാൻ വരുമ്പോൾ പാമ്പേ പോവണേ, ബഹുമാനപ്പെട്ട പാമ്പേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകാം. അതുവഴി ആ പാമ്പ് പോയിട്ടുണ്ടാകാം. അപ്പോൾ പാമ്പിനും നമ്മളെക്കാൾ വലിയ ബോധമുണ്ട് എന്ന് പരത്തിയിട്ടുണ്ടാവാം. അപ്പോൾ ഗോത്രപിതാവായ ഒരു പാമ്പുണ്ടാക്കിയിട്ട് അതിനെ അങ്ങനെയൊക്കെയാണ്. പാമ്പ് ഗണപതിയുടെ അടിസ്ഥാനം ആനയാണ്. ഗുഹാവാസ കാലത്തിൽ കാന ജീവിതകാലത്തും മനുഷ്യനെ ഏറ്റവും ഉപദ്രവിച്ച ജീവി ആനയാണ്. അതുകൊണ്ടാണ് ഗണപതിയുടെ ചിഹ്നം എന്തിൽ വന്നത്? നിങ്ങളിവിടെ സ്ഥലത്തില്ല എന്നാ തോന്നണത്. ഒരു ആനസ്പർശം മനസ്സിലായില്ലേ കണ്ടത്? അതൊക്കെയാണ് അടിസ്ഥാന കാരണം. നരസിംഹം അടിസ്ഥാനം അതാണ്. കാട്ടിലെ രാജാവും നാട്ടിലെ രാജാവും. കാട്ടിലെ രാജാവ് സിംഹമാണ്, നാട്ടിലെ രാജാവ് നരനാണ്. രണ്ടും കൂടിയതാണ് എന്ത്? നരസിംഹം. റാവു ആയപ്പോൾ പള്ളി പൊളിച്ചു മാത്രം. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ഇവിടെ ഇല്ലേ? മനസ്സിലായില്ലേ പറഞ്ഞത്? അപ്പൊ ചുരുക്കത്തിൽ ഇതാണ് ഉപകാരങ്ങളോടുള്ള ആർത്തിയും ഉപദ്രവങ്ങളെ കുറിച്ചുള്ള ഭയവുമാണ് എന്ത്? ബഹുദൈവ വിശ്വാസത്തിന്റെ ബേസ്. ഫിർഔൻ ദൈവങ്ങളെ നിശ്ചയിക്കുന്ന ആളായിരുന്നു. അപ്പോൾ ഗോഡ്സിന്റെ സുപ്രീം അതോറിറ്റി ഫിർഔനാണ്. അതാണ് അന റബ്ബുക്കുമുൽ അഅല. അതുകൊണ്ടാണ് നിങ്ങൾ മൂസാന്റെ പടച്ചവനെ വിശ്വസിച്ചുവോ? ഖബലാനാദനലക്കും, നിങ്ങൾക്ക് ഞാൻ സമ്മതം തരുന്നതിന് മുമ്പ് നിങ്ങൾ വിശ്വസിച്ചോ? അതായത് ഞാൻ സമ്മതം തന്ന വിധം വിശ്വസിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. അവിടെ അങ്ങനെ കുഴപ്പമില്ല. കാരണം ദൈവങ്ങളൊക്കെ നിശ്ചയിച്ചു കൊടുക്കുന്ന സുപ്രീം അതോറിറ്റിയാണ് ആർക്ക്? ഫിർഔന്റെ ദൈവിക ലിസ്റ്റിൽ അള്ളാഹ് എന്നൊരു പേര് ഇല്ലാത്തതുകൊണ്ട് അതിനെ ആരാധിക്കാൻ പാടില്ല. ദൈവത്തെ നിശ്ചയിച്ചു കൊടുക്കുന്ന ആൾ ആരാണ്? അതാണ് അന റബ്ബുക്കുമുൽ അഅല. ഫിർഔൻ ദൈവമായി ചമയല്ല, ദൈവങ്ങളെ നിശ്ചയിച്ചു കൊടുക്കുന്ന ആളാണ്. ഒരുപാട് ദൈവങ്ങൾ അവർക്കുണ്ടായിരുന്നു. ആർക്കടക്കം ദൈവങ്ങൾ ഉണ്ടായിരുന്നു? ഫിർഔൻ അടക്കം. ഖാലൽ മലഉ മിൻ ഖൗമി ഫിർഔൻ
അതദറു മൂസ വഖൗമഹു ലിയുഫ്സിദു ഫിൽ അർള് വയദറക വആലിഹതക ഖാലൽ മലഉ മിൻ ഖൗമി ഫിർഔൻ അതദറു മൂസ വഖൗമഹു ലിയുഫ്സിദു ഫിൽ അർള് വയദറക വആലിഹതക. സൂറത്തുൽ അറാഫ്. കേട്ടോ കേട്ടോ കേട്ടോ. മൂസാ നബി വന്ന് ഭരണം ശക്തമാക്കിയപ്പോൾ ഖാലൽ മലഉ മിൻ ഖൗമി ഫിർഔന, ഫറോവ കുടുംബത്തിലെ നേതാക്കൾ വന്ന് ഫറോവയോട് പറഞ്ഞു, അതദറു മൂസ, നീ മൂസയെ ഇങ്ങനെ വെറുതെ വിടുകയാണോ? ഇവനെന്ന് പിടിച്ചു കെട്ടണ്ടേ? വഖൗമഹു, ഇവൻ്റെ കൂടെയുള്ള ജനങ്ങളെയും, ലിയുഫ്സിദു ഫിൽ അർളി, അവരിങ്ങനെ പോയാൽ നാട്ടിൽ കുഴപ്പമുണ്ടാക്കും, വയദറക, അവർ നിന്നെയും ഒഴിവാക്കും, ആലിഹതക, നിന്റെ ദൈവങ്ങളെയും. മനസ്സിലായില്ല? അപ്പോൾ ഫിർഔനും എന്തുണ്ട്? ഒന്ന് പറയൂൻ, ഉറങ്ങല്ല. ഫിർഔനും എന്തുണ്ട്? ദൈവങ്ങളുണ്ട്. ഇത് പറയാനാണ് ഞാൻ ഈ ആയത്ത് കൊണ്ടുവന്നത്. അപ്പം പ്രകൃതിയിലെ ഒരുപാട് ദൈവങ്ങൾക്ക് വിശ്വസിച്ചിരുന്ന ആളുകളായിരുന്നു ആ ജനത. അതങ്ങനെ കഴിഞ്ഞു വന്നു. സ്റ്റേറ്റിൻ്റെ പ്രധാനപ്പെട്ട മതം ബഹുദൈവ വിശ്വാസമായിരുന്നു. അവരങ്ങനെ കഴിഞ്ഞു വരികയാണ്. അവിടെ പ്രവാചകന്മാരൊക്കെ ഇടയ്ക്കിടെ വന്നു പോകുന്നുണ്ടെങ്കിലും കുറഞ്ഞ ആളുകളൊക്കെ വിശ്വസിച്ചിട്ടുണ്ട് എങ്കിലും അവർക്കൊരു ദൈവികമായ മതത്തിൻ്റെ ബന്ധമൊന്നും അവർക്ക് ഏറിയ കൂറും ഇല്ല. അതങ്ങനെ കഴിയാണ്. അത് 1000 കണക്കായ കൊല്ലത്തിൻ്റെ ചരിത്രമാണ്. നിങ്ങൾക്കിതിൻ്റെ രണ്ടാമത്തെ ഭാഗം പറഞ്ഞു തരാം. ഇവരെയാണ് ഖിബ്തികൾ. ഇവരങ്ങനെ കഴിഞ്ഞു പോവാണ് ഈജിപ്തിൻ്റെ കരയിൽ. അതവിടെ ഇരിക്കട്ടെ. ഈജിപ്ത് കഴിഞ്ഞിട്ട് സീനായ് മരുഭൂമി ഒക്കെ കഴിഞ്ഞിട്ടുള്ള പ്രദേശമാണ് എന്ത്? ഷാം. ഷാമിലായിരുന്നു ഇബ്രാഹിം നബിയുടെ ഒരു മകൻ പാർത്തിരുന്നത്. ഇബ്രാഹിം നബിയുടെ ഒരു മകനെ മക്കയിലും ഒരു മകനെ ഷാമിലും ഏൽപ്പിച്ചിട്ടാണ് ഇബ്രാഹിം മരിക്കുന്നത്. പറഞ്ഞത് കേട്ടാ. ഒരു മകൻ മക്കയിൽ, എവിടെ മനസ്സിലായില്ലേ? ആര്? ഇസ്മായിൽ. അങ്ങനെ അങ്ങനെ ഒരു മകൻ ഷാമിൽ. ആര്? ഇസ്ഹാഖ്. ഇസ്ഹാഖിൻ്റെ മകനാണ് ആര്? യാക്കൂബ്. യാക്കൂബ് പാർത്തിരുന്നത് ഷാമിലാണ്. ഷാമിലേക്കുള്ള, ഷാം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സിറിയയോടനുബന്ധ പ്രദേശങ്ങൾ. ഇന്ന് ഷാം എന്ന് പറഞ്ഞാൽ സിറിയ മാത്രമാണ്. ഇങ്ങനെ ഷാം, സിറിയയോട് അനുബന്ധ പ്രദേശങ്ങളാണ് എന്ത്? ഷാം. സാമല്ല, ഷാം. അവിടെയാണ് യാക്കൂബ് ഈ കുടുംബം പാർത്തിരുന്നത്. യാക്കൂബ് എന്നത് ലോക ചരിത്രത്തിലൊരു പ്രധാനപ്പെട്ട ആളാണ്. സാറാ ബീവിയോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇസ്ഹാഖ് എന്ന ഒരു കുട്ടി ഉണ്ടാകും. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് യാക്കൂബ് എന്നൊരു കുട്ടിയും ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. യാക്കൂബ് സത്യത്തിൽ സാറാബിയുടെ കുട്ടി അല്ല. പിന്നെ എന്തേ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചെങ്കിൽ സാറാബിയുടെ കുട്ടി അല്ല യാക്കൂബ്. ആരുടെ കുട്ടിയാണ്?